യേശു ഉപമകളിൽ സംസാരിച്ചത് എല്ലാവർക്കും മനസ്സിലാകാതിരിക്കാനല്ല, സത്യത്തെ സ്നേഹിക്കുന്ന ഹൃദയങ്ങളെ വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, എന്തുകൊണ്ട് ഉപമകളിൽ സംസാരിക്കുന്നു? അപ്പോൾ യേശു പറഞ്ഞു, സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു, അവർക്കോ ലഭിച്ചിട്ടില്ല. ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഒരു സംശയം വരാം. യേശു ചിലരിൽ നിന്ന് സത്യം മറച്ചു വെച്ചോ? അല്ല. സൂര്യൻ എല്ലാവരുടെയും മേൽ ഒരുപോലെ പ്രകാശിക്കുന്നു. പക്ഷേ ജനൽ തുറന്നിട്ടിരിക്കുന്ന വീട്ടിലേക്കാണ് വെളിച്ചം അകത്തേക്ക് കിടക്കുന്നത്. പ്രശ്നം വെളിച്ചത്തിലല്ല, ജനൽ തുറന്നിട്ടിട്ടുണ്ടോ എന്നതാണ്. അതുപോലെ തന്നെയാണ് യേശുവിൻ്റെ ഉപമകളും. ഉപമകൾ സത്യം മറയ്ക്കുന്ന മറയല്ല, സത്യം സ്വീകരിക്കാൻ തയ്യാറായ ഹൃദയത്തെ വെളിപ്പെടുത്തുന്ന കണ്ണാടിയാണ്. ഒരാൾ യേശുവിൻ്റെ വാക്കുകൾ കേട്ടിട്ട് പറഞ്ഞു, ഇതൊരു നല്ല കഥയാണ്. മറ്റൊരാൾ അതേ വാക്കുകൾ കേട്ടിട്ട് പറയുന്നു, ഇതെൻ്റെ ജീവിതം മാറ്റുന്ന ദൈവ രാജ്യത്തിൻ്റെ സത്യമാണ്. ഒരേ സന്ദേശം, ഒരേ യേശു, പക്ഷേ വ്യത്യസ്തമായ ഹൃദയങ്ങൾ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. യേശു സംസാരിച്ചത് ശരീരത്തിലെ ചെവിയെക്കുറിച്ചല്ല, ദൈവത്തിൻ്റെ ശബ്ദം സ്വീകരിക്കാൻ തുറന്നിരിക്കുന്ന ഹൃദയത്തെക്കുറിച്ചാണ്. ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ബുദ്ധിശക്തി കൊണ്ട് മാത്രം മനസ്സിലാകില്ല. രാജാവിനെ അറിയാൻ ആഗ്രഹിക്കുന്ന ഹൃദയത്തിനാണ് അവ വെളിപ്പെടുന്നത്. ഉപമകൾ സത്യം മറച്ചില്ല, സത്യത്തിനായി തുറക്കപ്പെടുന്ന ഹൃദയങ്ങളിലാണവ വെളിപ്പെട്ടു വരുന്നത്. ഗോഡ് ബ്ലെസ്.